രമേശ് പിഷാരടിയും ശോഭാ സുരേന്ദ്രനും NMR റസാഖും നേർക്കുനേർ മത്സരിക്കുന്ന പാലക്കാട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്നതുപോലെ നമുക്ക് അവസാന നിമിഷം വരെ ഇഞ്ചോടിഞ്ച് മത്സരത്തിന്റെ പ്രതീതി നൽകിക്കൊണ്ട് അവസാന ഓവറിൽ തീരുമാനമാവുന്ന ഒരു മത്സരമാവാനാണ് എല്ലാ സാധ്യതയും. പാലക്കാടിനെ സംബന്ധിച്ച് നമുക്കറിയാം, BJP 2016 മുതൽ 2ാം സ്ഥാനത്തുള്ള മണ്ഡലമാണ്. ഏറ്റവും ഒടുവിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ വളരെ ആധികാരികമായി UDF ജയിച്ചിരുന്നു. ഗോകുൽ വിവരങ്ങളുമായി. ഗോകുൽ, ഇത്തവണ NMR റസാഖിന്റെ സ്ഥാനാർത്ഥിത്വം ഡീൽ എന്ന ആരോപണത്തിന് തിരികൊളുത്തി സംസ്ഥാന വ്യാപകമായ ചർച്ച പാലക്കാടായിരുന്നു. ശോഭാ സുരേന്ദ്രൻ എന്ത് വന്നാലും ഇത്തവണ നിയമസഭയിലേക്ക് എന്ന് പ്രഖ്യാപിക്കുന്നു. രമേശ് പിഷാരടി നിഷ്പക്ഷ വോട്ടുകൾ സ്വന്തമാക്കും, അതുകൊണ്ട് അവിടെ ഭയപ്പെടാനൊന്നുമില്ല എന്ന ആത്മവിശ്വാസത്തിൽ UDF നിൽക്കുന്നു. ഈ നിമിഷം നാളെ 6 മണിക്ക് പരസ്യ പ്രചാരണം അവസാനിക്കുകയാണ്. ഈ നിമിഷം ആർക്കാണ് മുൻതൂക്കം പാലക്കാട്? ആർക്കാണ് മുൻതൂക്കമെന്ന് പാലക്കാട് ഒരു കാരണവശാലും പറയാൻ കഴിയാത്ത സാഹചര്യമാണ്. കാരണം ഒരു കേക്ക് തുല്യമായി 3 കഷ്ണങ്ങളായി മുറിച്ചു വെച്ചാൽ എങ്ങനെ ഇരിക്കും? അങ്ങനെയാണ് പാലക്കാടിന്റെ ഒരു സ്ഥിതി. പല തരത്തിലും ഈ പ്രചരണ കാലയളവിലൊക്കെ തന്നെ ഉണ്ടായ വിവാദങ്ങളായിക്കോട്ടെ, അതെല്ലാം തന്നെ ആ 3 മുന്നണികൾക്കും ഒരേപോലെ ഗുണവും ദോഷവും ചെയ്യുന്ന തരത്തിലാണ്. അഭിലാഷ് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ആദ്യം തന്നെ വന്നത് ഡീലാരോപണമാണ്. ഈ ഡീലാരോപണത്തിന്റെ പിന്നിലുള്ള ഒരു പ്രസക്തി നിലനിൽക്കുന്നത് ഏതെങ്കിലും രീതിയിൽ മുസ്ലിം വോട്ടുകൾ കൂടുതലായി NMR റസാഖിലേക്ക് പോയാൽ അത് ശോഭയുടെ വിജയത്തിലേക്ക് ഒരു കാരണമാകും. അതിനൊരു മുഴം മുൻപേ ആയിരുന്നു കോൺഗ്രസിന്റെ ഡീലാരോപണം. അതിനുശേഷം പിന്നീട് പ്രക്ഷോഭിനെതിരെയുള്ള ഒരു ലൈംഗികാതിക്രമ പരാതി വന്നു. അതൊരു പക്ഷേ UDF ക്യാമ്പിന് ക്ഷീണമുണ്ടാക്കി. കാരണം രാഹുൽ മാങ്കൂട്ടത്തിന് പിന്നാലെ മറ്റൊരു യൂത്ത് കോൺഗ്രസ് നേതാവിന് കൂടി ഇങ്ങനെ ഒരു പരാതി വരുന്നു എന്നുള്ളതാണ്. അതിൽ ശോഭ പ്രതിഷേധിക്കുകയും SP ഓഫീസിലേക്ക് രാത്രി മാർച്ച് ചെയ്യുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. പക്ഷെ അങ്ങനെ നിൽക്കുന്ന ഒരിടത്താണ് വളരെ പെട്ടെന്ന് രമേശ് പിഷാരടിയെ ഒരു സംഘം RSS അല്ലെങ്കിൽ BJP വനിതകൾ തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഈ വടക്കന്തറ മേഖല പോയാൽ അറിയാം, അത് RSSന്റെ ഒരു കോട്ടയാണ്. അവിടെയാണ് പിഷാരടിയെ തടയുന്ന സാഹചര്യം ഉണ്ടായത്. അത് അനുകൂലമായൊരു സാഹചര്യം പിഷാരടിക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് പറയാതെ വയ്യ. കാരണം അതിനുശേഷം ആദ്യ ഘട്ടത്തിൽ കോൺഗ്രസ് കൂടുതൽ പ്രതിഷേധം നടത്താം എന്നുള്ള നിലയിലേക്കൊക്കെ പോയിരുന്നു. പക്ഷേ ഇതൊരു ഇലക്ഷൻ കാലമാണ്. അങ്ങനെ പോകേണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് പിന്നീട് കോൺഗ്രസ് എത്തുകയായിരുന്നു. കാരണം ഏതെങ്കിലും രീതിയിൽ പ്രതിഷേധം നടത്തിയാൽ തങ്ങൾക്ക് അനുകൂലമുള്ള ഒരു സാഹചര്യത്തെ അത് നശിപ്പിക്കും എന്നുള്ളൊരു നിഗമനത്തിലാണ് കോൺഗ്രസ് എത്തിയിരുന്നത്. ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്ന് തന്നെ പറയാം. അതോടൊപ്പം തന്നെ LDFന്റെ പ്രതീക്ഷ വെച്ചാൽ ഏകദേശം ഒരു 30,000-ന് മുകളിൽ പാർട്ടി വോട്ടുകൾ പാലക്കാട് മണ്ഡലത്തിൽ ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ് LDF കണക്കാക്കുന്നത്. 37 റേഞ്ചിലാണ് CP പ്രമോദും സരിനും ഒക്കെ അവിടെ വോട്ട് പിടിച്ചിട്ടുള്ളത്. അത് 40,000-ലേക്ക് മുകളിലേക്ക് കടന്നു കഴിഞ്ഞാൽ അവിടെ കാര്യങ്ങൾ മാറി മറിയാം. പിരായിരി മേഖലയിലടക്കം NMR റസാഖിന് കടന്നു കയറാൻ കഴിഞ്ഞിട്ടുണ്ടോ? അദ്ദേഹത്തിന് മറ്റു ചില ബന്ധങ്ങൾ കൂടിയുണ്ട്. ജീവകാരുണ്യ പ്രവർത്തനം, ആ നിലയ്ക്കൊക്കെ അദ്ദേഹത്തിന് രാഷ്ട്രീയ ബാഹ്യമായിട്ടുള്ള ഒരു നെറ്റ്വർക്ക് ഉണ്ട്. അത് പ്രവർത്തിച്ചാൽ NMR റസാഖിന് കൂടുതൽ വോട്ടുകൾ വരേണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ എന്താണ് റിസൾട്ട് എന്ന് നമുക്ക് അവസാന നിമിഷം മാത്രമേ പറയാനും പറ്റൂ. കൗണ്ട് ചെയ്ത് അവസാനത്തെ വോട്ട് എണ്ണിക്കഴിഞ്ഞാൽ മാത്രമേ പറയാൻ പറ്റൂ. ഇപ്പോഴത്തെ ഇമ്പാക്ട്, NMR റസാഖ് ഇമ്പാക്ട് എന്താണ് പാലക്കാട്? ഈ NMR റസാഖ് എത്ര വോട്ട് പിടിക്കും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതൊരു വിജയത്തിലേക്ക് പോകുമ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏകദേശം ഒരു 42,000-ന് അടുപ്പിച്ച് വോട്ട് വിഹിതം ഈ പാലക്കാട് മണ്ഡലത്തിൽ ആകെ LDFന് നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. അതൊരു പക്ഷേ ഉണ്ടാകണമെന്നില്ല. അത്രയ്ക്കും വോട്ട് അല്ലെങ്കിൽ ആ വോട്ട് വിഹിതം പാർട്ടി വോട്ടുകളായി കിട്ടണമെന്നില്ല. അതിനു പുറമെ ഒരു 35,000-നോ അല്ലെങ്കിൽ 36,000-നോ അടുത്ത് പാർട്ടി വോട്ടുകൾ NMR റസാഖ് പിടിക്കുകയും പിന്നീട് അദ്ദേഹത്തിന് വലിയ വ്യക്തിബന്ധമാണുള്ളത്, വലിയ വ്യാവസായിക ബന്ധമുണ്ട്. വ്യവസായത്തിന്റെ ഭാഗമായി തന്നെ പല ആളുകളെ അദ്ദേഹവുമായി ഭയങ്കര അടുപ്പമുള്ള ആളുകളുടെ പല ജീവകാരുണ്യ പ്രവർത്തകരുമായിട്ട് അദ്ദേഹത്തിന് അടുത്ത ബന്ധമുണ്ട്. അപ്പോൾ ഈ ബന്ധമൊക്കെ തന്നെ അത് ഈ പറയുന്ന കണ്ണാടി, മാത്തൂര്, പിരായിരി എന്നതിനപ്പുറത്തേക്ക് പാലക്കാട് നഗരത്തിലാണ് ഈ ബന്ധം കൂടുതലുള്ളത് എന്നുള്ളൊരു പ്രസക്തമായ കാര്യമാണ്. പാലക്കാട് നഗരത്തിൽ അങ്ങനെ വരുമ്പോൾ NMR റസാഖ് കൂടുതൽ വോട്ട് പിടിക്കുമോ എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. സ്വാഭാവികമായി അങ്ങനെ വോട്ട് പിടിക്കുമ്പോൾ അതിലൊരു കാര്യം ഉറപ്പാണ്, BJP വോട്ടുകളിൽ അധികം NMR റസാഖ് പിടിക്കാൻ സാധ്യത കോൺഗ്രസ് വോട്ടുകളിലാണ്. അല്ലെങ്കിൽ കോൺഗ്രസിന് കിട്ടിക്കൊണ്ടിരുന്ന വോട്ടുകളിലേക്ക് തന്നെയാണ് NMR റസാഖ് കൈ കടത്താൻ സാധ്യത എന്നുള്ളതാണ് നമുക്ക് പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുക. അങ്ങനെ വന്നാൽ NMR റസാഖിന്റെ വിജയത്തിലേക്ക് അതെത്തുമോ? അതായത് ഒരു വിജയം എന്ന് കണക്കാക്കുന്ന രീതിയിലൊക്കെ ഒരു ലാസ്റ്റ് ഫൈനൽ വോട്ടുകൾ ഉണ്ടല്ലോ, അതിലേക്ക് കടക്കാൻ കഴിയുമോ? അതല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ അത് തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുമോ എന്നുള്ളത് വോട്ടെണ്ണി കഴിഞ്ഞാൽ മാത്രമേ പറയാൻ കഴിയൂ. കാരണം ആ രീതിയിലാണ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലൊക്കെ തന്നെ 3 പേരും ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെയാണ്. ഒരാൾക്ക് അനുകൂലമായ സാഹചര്യം ഉണ്ടായാൽ നേരെ പിറ്റേ ദിവസം മറ്റൊരാൾക്ക് അനുകൂലമായ സാഹചര്യം ഉണ്ടാകുന്നു. അതിനടുത്ത ദിവസം NMR റസാഖിന് അല്ലെങ്കിൽ മൂന്നാമത്തെ കക്ഷിക്ക് ഇത്തരത്തിൽ ഒരു
ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെ തുല്യമായുള്ള ഒരു പ്രചരണ സാഹചര്യമാണ് ഉണ്ടായത്. ഇനി ജനങ്ങൾ ഇതെല്ലാം കണ്ട് ഏത് രീതിയിൽ വിലയിരുത്തും? അതിൽ ഏറ്റവും നിർണായകമാകുന്നത് NMR റസാഖ് പിടിക്കുന്ന വോട്ടുകൾ തന്നെയാണ്. അത് ഏത് നിലയിലേക്ക് പോകുമെന്നുള്ളത് വളരെ പ്രസക്തമായിരിക്കും. NMR റസാഖാണ് കീ ഫാക്ടർ. ഗോകുൽ തന്നെ തുടർന്ന് നൽകേണ്ട ഒരു മണ്ഡലം കൂടിയുണ്ട്. ഇതുപോലെ ഇഞ്ചോടിഞ്ച് മത്സരം നടക്കുന്ന കഴിഞ്ഞ തവണ വളരെ വളരെ എക്സൈറ്റിംഗ് ഫൈറ്റ് നടന്ന അവസാന റിസൾട്ട് പറഞ്ഞ മണ്ഡലങ്ങളിൽ ഒന്ന് പാലക്കാടായിരുന്നെങ്കിൽ മറ്റൊരു മണ്ഡലം പാലക്കാട് ജില്ലയിൽ നിന്നുള്ള തൃത്താലയാണ്. MP രാജേഷും VT ബൽറാമും വീണ്ടും രണ്ട് വമ്പന്മാർ കൊമ്പ് കോർക്കുന്നു. വി ഉണ്ണികൃഷ്ണൻ മാസ്റ്ററാണ് അവിടുത്തെ BJPയുടെ സ്ഥാനാർത്ഥി. MP രാജേഷും VT ബൽറാമും കഴിഞ്ഞ തവണ മത്സരിച്ചപ്പോൾ 3000-ൽ പരം വോട്ടുകൾക്ക് MP രാജേഷ് വിജയിച്ചു. രണ്ട് തവണ 2011-ലും 2016-ലും വിജയിച്ച VT ബൽറാം അവിടെ പിറകിൽ പോയി. കഴിഞ്ഞ തവണ MP രാജേഷിനേക്കാൾ പുറകിൽ പോയി. ഇത്തവണ അതേ മത്സരം ആവർത്തിക്കുകയാണ്. അതേ മത്സരം ആവർത്തിക്കുമ്പോൾ ആരാണ് മുന്നിലെന്ന്, ഒരു നൊടിയിടയ്ക്ക് ആരാണ് മുന്നിലെന്ന് പറയാൻ കഴിയുന്നുണ്ടോ? ഗോകുൽ, തൃത്താലയുടെ ചിത്രം, പിക്ചർ വ്യക്തമാണോ? അഭിലാഷ് ഈ സർവേയിൽ പറഞ്ഞൊരു കാര്യം എനിക്ക് ഓർമ്മയുണ്ട്. തൃത്താല മണ്ഡലത്തെ കുറിച്ച് പറയുമ്പോൾ ഇവിടെ ആര് ജയിക്കും എന്ന് പറയുന്നത് പ്രവചിക്കുക അസാധ്യമാണെന്നാണ്. കാരണം അങ്ങനെ ആരെങ്കിലും അത് പ്രവചിച്ചാൽ അതൊരു വലിയ പ്രശ്നമായി മാറും. കാരണം അത് നമുക്ക് ഒരു കാരണവശാലും പ്രവചിക്കാൻ പറ്റാത്ത അത്ര കണ്ട് മത്സരമുള്ള പാലക്കാട് ജില്ലയിലെ ഒരു മണ്ഡലമാണ് തൃത്താല. കാരണം എല്ലാത്തിലും മത്സരമാണ്. അപ്പോൾ സോഷ്യൽ മീഡിയ എടുത്തു കഴിഞ്ഞാൽ, തൃത്താലയിലെ ഹാൻഡിലുകളൊക്കെ എടുത്തു കഴിഞ്ഞാൽ മറുപടി, തിരിച്ചടി, അതിന് മറുപടി, അങ്ങനെ ഒരു വലിയ കടുത്ത മത്സരമാണ് തൃത്താലയിൽ അനുഭവപ്പെടുന്നത്. കഴിഞ്ഞ തവണ 3000 വോട്ടിന്റെ ഭൂരിപക്ഷം മാത്രമേ MP രാജേഷിന് ഉണ്ടായുള്ളൂ. ഇത്തവണ അത് വർദ്ധിപ്പിക്കാൻ കഴിയുമെന്നുള്ളതാണ്. പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പ് നമ്മൾ നോക്കുകയാണെങ്കിൽ തൃത്താല പഞ്ചായത്ത്, ചാലിശ്ശേരി, പട്ടിത്തറ, ആനക്കര, കപ്പൂർ ഈ പഞ്ചായത്തുകളൊക്കെ തന്നെ UDFന് അനുകൂലമാണ്. മറിച്ച് നാഗലശ്ശേരി, തിരുമിറ്റക്കോട്, പരുതൂർ ഈ 3 പഞ്ചായത്തുകളും LDFന് അനുകൂലമാണ്. പക്ഷേ ഈ 3 പഞ്ചായത്തുകളിൽ നിന്ന് ഏകദേശം 5000-ലധികം ലീഡ് ഈ MP രാജേഷിന് എടുക്കാൻ കഴിഞ്ഞാൽ ഒരു പക്ഷേ അത് MP രാജേഷിന്റെ വിജയത്തിലേക്ക് പോകും. നേരെ മറിച്ച് ചാലിശ്ശേരി, പട്ടിത്തറ, ആനക്കര, കപ്പൂർ എന്നീ പഞ്ചായത്തുകളിൽ നിന്ന് ഏകദേശം 1000-ലധികമോ അല്ലെങ്കിൽ 2000-ലധികമോ വോട്ടുകളൊക്കെ നേടാൻ കഴിഞ്ഞാൽ, ലീഡ് നേടാൻ കഴിഞ്ഞാൽ അത് VT ബൽറാമിന്റെ വിജയത്തിലേക്ക് പോകും. പക്ഷെ അവിടെ അപ്പോഴും നിർണായകമാവുന്നത് തൃത്താല പഞ്ചായത്താണ്. തൃത്താല പഞ്ചായത്തിൽ ഇഞ്ചോടിഞ്ച് മത്സരമായിരിക്കും. അവിടെ ആര് ലീഡ് എടുക്കും അല്ലെങ്കിൽ അവിടെ ആർക്ക് മുൻതൂക്കം കിട്ടും എന്നുള്ളതും പ്രസക്തമാണ്. അതോടൊപ്പം തന്നെ BJP വോട്ടുകൾ കഴിഞ്ഞ തവണ ഏകദേശം ഒരു 12,000-ഓളം BJP വോട്ടുകളാണ് അവിടെ ഉണ്ടായത്. അതിൽ എത്രമാത്രം വർധന വരും, അത് ആരുടെ വോട്ടുകൾ കോട്ടം വരുത്തും എന്നുള്ളതും വളരെ പ്രസക്തമായ ഒരു കാര്യമാണ്. അത് CPM വോട്ടുകളിലാണ് വിള്ളൽ വരുത്തുന്നതെങ്കിൽ അത് CPM-ന് തിരിച്ചടിയാകും. അതല്ല UDFന്റെ കോട്ടയിലാണ് അത് പിടിക്കുന്നതെങ്കിൽ അത് UDFനും തിരിച്ചടിയാകും എന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷേ അത് വളരെ നിർണായകമായ ഒരു ഘടകമായി കുറി അതും കൂടി വരും എന്നുള്ളതാണ്. കാരണം 12,000-ൽ കൂടുതൽ വോട്ട് BJP പിടിക്കുകയാണെങ്കിൽ അത് ഏത് മുന്നണിക്ക് ദോഷമാകും എന്നുള്ളത് നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല. തീർച്ചയായിട്ടും വളരെ വളരെ പ്രസക്തമായ നിരീക്ഷണമാണ്. ഞാൻ പോയതാണ് ഈ മേഖലകളിലൊക്കെ. കപ്പൂരും അതുപോലെ തന്നെ കൂറ്റനാടും ചാലിശ്ശേരിയിലും ഒക്കെ കൂറ്റനാട് വെച്ചൊരു വലിയ ചർച്ചയും നടത്തിയിരുന്നു. എല്ലാ മനുഷ്യരും രാഷ്ട്രീയം സംസാരിക്കുന്ന, അത്രമേൽ വീറോടെ സംസാരിക്കുന്ന ഒരു മണ്ഡലമാണ് തൃത്താല. അപ്പോൾ നമുക്ക് പുറത്തുനിന്ന് നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയില്ല, നേരിട്ട് പോയാൽ അത് അനുഭവിക്കാൻ കഴിയും. അത്രയും ഇന്റൻസ് പൊളിറ്റിക്കൽ ബാറ്റിലാണ് തൃത്താലയിൽ നടക്കുന്നത്.